ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ തീയതി ന്യൂസ് മലയാളത്തിന് ലഭിച്ചിരിക്കുന്നു. ഈ മാസം 18-ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് സ്ഥാനാരോഹണ ചടങ്ങ്. കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയാണ് ലിയോ 14 അദ്ദേഹം ചുമതലയേൽക്കുന്നത് 18-ന്. കർദിനാൾ സംഘത്തിന്റെ ഡീൻ ജിയോവാനി ബാറ്റിസ്റ്റാറെ ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുന്നുണ്ട്. അനിൽ, അങ്ങനെ മെയ് 18-ന് പുതിയ മാർപ്പാപ്പയായി ലിയോ 14 സ്ഥാനാരോഹണം ചെയ്യുമെന്ന വാർത്ത ന്യൂസ് മലയാളത്തിൽ മാത്രം. വിവരങ്ങൾ പറയാം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന ലിയോ 14 അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അദ്ദേഹം മാർപ്പാപ്പ എന്ന നിലയിൽ ചുമതലകൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ വിശ്വാസികൾക്ക് മുമ്പാകെയും ലോകത്തിന് മുമ്പാകെയും ഒരു നിർണായകമായ പ്രഖ്യാപനം നടത്തണം. ഒപ്പം തന്നെ ആ ചുമതലയേറ്റതിൻ്റെ കൃത്യമായ ഒരു വിവരം ലോകത്തിന് കൈമാറുകയും ചെയ്യണം. അത്തരത്തിൽ ഒരു എല്ലാ ആളുകളുടെയും സാന്നിധ്യത്തിൽ ഒരു മാർപ്പാപ്പയുടെ ചുമതലയേൽക്കൽ നടപടികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആ തീയതിയാണ് ഇപ്പോൾ ഈ വാർത്തയിലൂടെ നമ്മൾ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. ഈ മാസം 18-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30 ഇറ്റാലിയൻ സമയം രാവിലെ 10 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ അർപ്പിക്കുന്ന കുർബാനയുടെ ആദ്യ ഭാഗത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ആ ചടങ്ങുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, കാരണം പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലിയോ 14 എന്ന പേര് സ്വീകരിച്ചിരിക്കുന്ന കർദിനാൾ അമേരിക്കക്കാരനാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കണം. ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർ, ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒക്കെ പങ്കെടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കത്തോലിക്ക സഭയിലെ കർദിനാൾമാർ എല്ലാവരും ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ചർച്ചസിൻ്റെ പല തലവന്മാരും ഇപ്പോൾ അവിടെയില്ല. ഒപ്പം തന്നെ പങ്കെടുക്കേണ്ട കത്തോലിക്ക സഭയ്ക്കുള്ളിലെ സന്യാസ സമൂഹങ്ങളുടെ തലവന്മാരുണ്ട്, സന്യാസിനി സമൂഹങ്ങളുടെ തലവന്മാരുണ്ട്, അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലെ അൽമായ പ്രമുഖരുണ്ട്. തുടങ്ങിയവരെല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു കൃത്യമായ ഒരു ദിവസം കണക്കാക്കണം. അതിനുള്ള സമയം ഉണ്ടാവണം. ഇതിനൊക്കെ പുറമെ മറ്റ് ക്രൈസ്തവ സഭകൾ, കത്തോലിക്ക സഭയിലല്ലാത്ത മറ്റ് ക്രൈസ്തവ സഭകളുണ്ട്. കേരളത്തിൽ പറയുകയാണെങ്കിൽ യാക്കോബായ, ഓർത്തഡോക്സ്, CSI, മർത്തോമ തുടങ്ങിയ സഭകൾ ഒക്കെയുണ്ട്. ഇത്തരം സഭകളുടെ തലവന്മാരെയും ഇത്തരം ചടങ്ങുകളിലേക്ക് വത്തിക്കാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കെല്ലാമുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. ആ രീതിയിലാണ് 18-ാം തീയതി ഞായറാഴ്ച എന്ന ദിവസം നിശ്ചയിച്ചിരിക്കുന്നത്. അന്നേ ദിവസം കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയായി ലിയോ 14 ചുമതലയേൽക്കും. കേരളത്തിലെ എല്ലാ വ്യക്തിഗത സഭകൾക്കും ക്ഷണം ഉണ്ട്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് ക്ഷണം ലഭിക്കും. അവരടക്കമുള്ള ആളുകൾക്ക് കൃത്യമായി ഒരു മാർപ്പാപ്പയ്ക്ക് തുല്യമായ പദവിയോടുകൂടി ഇത്തരം ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ തീയതി ലഭിച്ചിരിക്കുന്നു. ഈ മാസം 18-ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു അനിൽ ജോർജ്.